നമ്പർ 18 ഹോട്ടൽ പൂട്ടിയപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ച ഫ്ലൈ ഹൈ ഹോട്ടലിന് പിന്നിലെ വമ്പൻ സ്രാവുകൾ ആരൊക്കെ? നിരവധി വിദേശ വനിതകളെ ലൈംഗിക അടിമകളാക്കിയെന്ന പോലീസ് റെയ്ഡിൽ കണ്ടെത്തിയ പൂനെയിലെ അമന്ത്ര സ്പായും ഫ്ലൈ ഹൈയും തമ്മിലുള്ള ബന്ധമെന്ത്? കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമില്ലാത്ത നിധി ലിമിറ്റഡ്, തട്ടിപ്പിന്റെ പുതിയ വേർഷനായിട്ടുള്ള ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും പ്രവീൺ റാണ കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ. അന്താരാഷ്ട്ര സെക്സ് മാർക്കറ്റും ന്യൂജൻ തട്ടിപ്പുകളും പിന്നെ ലൈഫ് ഡോക്ടറും. നമസ്കാരം. വിദേശ വനിതകൾ മദ്യം വിളമ്പിയതോടെ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത എനിക്ക് പിന്നിൽ കാണുന്ന ഹാർബർ വ്യൂ റെസിഡൻസിയും ബാറും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ പബ്ബെന്ന തലക്കെട്ടോടെ ഇവിടുത്തെ നൈറ്റ് പാർട്ടി ദൃശ്യങ്ങൾ യുവാക്കളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ആറാടുകയാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഹാർബർ വ്യൂ റെസിഡൻസി ഏറ്റെടുത്ത ഫ്ലൈ ഹൈ ഗ്രൂപ്പ് ആരാണെന്ന്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനായി സിംഗിൾ എൻട്രിക്ക് 2500-ഉം കപ്പിൾ എൻട്രിക്ക് 3500 രൂപയാണ് ഫ്ലൈ ഹൈ ഈടാക്കിയത്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സേഫ് ആൻഡ് സ്ട്രോങ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറായ കൈപ്പള്ളി പ്രവീൺ എന്ന പ്രവീൺ റാണിയും ഷാസിൽ ചിറ്റാരിക്കലും ചേർന്നാണ് മാനേജ്മെന്റ് കോൺട്രാക്ട് പ്രകാരം ബാർ ലൈസൻസ് ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. ഹാർബർ വ്യൂ റെസിഡൻസി പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഇരുവരും ഡയറക്ടർമാരായ ലേ പാരഡൈസ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഹോട്ടൽ ഏറ്റെടുത്താണ് ഈ മാസം 11 മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രവീൺ റാണിയും ഷാസിൽ ചിറ്റാരിക്കലിന്റെ പിതാവ് ചാപ്പൻ ഷൗക്കത്തിലെയും അയാൻ വെൽനസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പാർട്ട്ണർമാരാണ്. കമ്പനിക്ക് കീഴിലുള്ള പൂനെ വിമൻ നഗറിലെ അമന്ത്ര സ്പായിൽ നിരവധി തായ്ലാന്റ് വനിതകളെ പെൺവാണിഭത്തിന് ഉപയോഗിച്ചതായി പോലീസ് റെയ്ഡിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. 2018 നവംബർ അവസാനമാണ് കേസിന് ആസ്പദമായ സംഭവം. അതായത് കൊച്ചിയിലെ ഹോട്ടലിനും അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റുമായി അടുത്ത ബന്ധം ഉണ്ടെന്ന സംശയം ബലപ്പെടുകയാണ്. കണ്ണൂർ താണ സ്വദേശിയായ പുതിയപുരയിൽ ചാപ്പൻ ഷൗക്കത്തിലേക്ക് പൂനെയിലും മുംബൈയിലുമായി നിരവധി പബ്ബുകളുണ്ട്. റഷ്യൻ സുന്ദരികളെ കൊച്ചിയിലെത്തിച്ചത് പെൺവാണിഭത്തിന് ആണോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇവർ ഏത് വിസയിലാണ് ഇവിടെ ജോലി ചെയ്തതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനാനുവാദം ഈ ലൈസൻസില്ല പബ്ബിന് ഉണ്ടെന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. പ്രവീൺ റാണയുടെ ഉടമസ്ഥതയിലുള്ള സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് AGM ഗോകുൽദാസ് നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പരിചയപ്പെടുത്തി വിദേശ മലയാളിക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ ഇക്കാര്യം വ്യക്തമാണ്. കേരളത്തിൽ മാഡത്തിന് അറിയാത്തതല്ലോ, നമ്മൾ പബ്ബ് ലൈസൻസ് ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് ചൂടേറിയ ചർച്ചയും വാദപ്രതിവാദങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ തത്വത്തിൽ അംഗീകരിച്ചു കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ടെക്കി IT മേഖലയിലുള്ളവർക്ക് കൊച്ചിൻ മേഖലയിലാണ് പബ്ബ് ബീവറേജസിൻ്റെ ഇതിലാണ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി ലെവലാണ് പ്രൈവറ്റ് സെക്ടറിലേക്ക്. അത് നമ്മുടെ സാറുമായിട്ടുള്ള മീറ്റിംഗ് 2-3 തവണ CM ചീഫ് മിനിസ്റ്ററായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഓപ്പോസിറ്റ് ഹാർബർ വ്യൂ റിസോർട്ട്സ് എന്നും പറഞ്ഞ ഹോട്ടൽ പർച്ചേസ് ചെയ്ത് അവിടെ നമ്മൾ പബ്ബ് ഫെസിലിറ്റീസോട് കൂടിയുള്ള ഒരു ഓപ്പൺ കിച്ചണോട് കൂടിയുള്ള വിത്ത് ബാർ ഫെസിലിറ്റി ആയിട്ടുള്ള ഹോട്ടലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അത് വിത്ത് ആൾ അമ്യൂണിറ്റീസ് ഓഫ് പബ്ബ് ഉൾപ്പെടെയാണ്. പക്ഷേ മേ ബി വിത്തിൻ 1 ഇയറിൽ പ്രൈവറ്റ് മേഖലയിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ സാറുടെ ചീഫ് മിനിസ്റ്ററുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പബ് ലൈസൻസ് കേരളത്തിൽ വരും. അപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ആദ്യം വരിക സേഫ് ആൻഡ് സ്ട്രോങ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ഫ്ലൈ ഹൈയും സ്കൈ ഹൈയും സേഫ് ആൻഡ് സ്ട്രോങ്ങിൻ്റെ പബ്ബുകൾ തന്നെയാണ്. അത് മുംബൈയിലുണ്ട്, പൂനെയിലുണ്ട്, ഇപ്പോൾ കൊച്ചിനിലാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട് ഗോകുലം ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ട്, അവിടെ പ്രവർത്തനം തുടങ്ങും. പ്രവീൺ റാണിയുടെയും ചാപ്പൻ ഷൗക്കത്തലിയുടെയും അധോലോക ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന പല വ്യക്തികളും ഉദ്ഘാടന ദിവസങ്ങളിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കൊച്ചി പോലീസിന് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ.
നവി മുംബൈയിലെ സീവുഡ് ഗ്രാൻഡ് സെൻട്രൽ മാളിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഫ്ലൈ ഹൈ പബ്ബും ഔദ് പൂനെയിലെ വെസ്റ്റേൺ മാളിലെ ആദ്യ നിലയിൽ പ്രവർത്തിക്കുന്ന പബ്ബും ചാപ്പൻ ഷൗക്കത്തിലെ കഴിഞ്ഞ വർഷം പ്രവീണിന് 11 കോടി രൂപയ്ക്ക് വിറ്റുവെന്നും കൊച്ചിയിലെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് പ്രവീണിന് ആണെന്നുമാണ് ഇരുവരുടെയും അടുപ്പക്കാർക്കിടയിലെ സംസാരം. നേരത്തെ പോലീസ് റെയ്ഡിൽ വിദേശ വനിതകളെ പിടികൂടിയ പൂനെ വിമൻ നഗറിലെ അമന്ത്ര സ്പൈൽ തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡിലെ സ്റ്റാഫുകളെ പ്രവീണിനാണ് കൊണ്ടുപോയിരുന്നു. പൂനെയിലെ പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള പബ്ബിൽ വെച്ചാണ് ചോരൻ എന്ന സാന്റോ അന്തിക്കാട് ചിത്രത്തിന്റെ ഐറ്റം സോങ് ഷൂട്ട് ചെയ്തത്. ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച സഞ്ജന ഗൽറാണിയും പ്രവീണുമായിരുന്നു ചിത്രത്തിലെ പാട്ട് സീനിൽ അഭിനയിച്ചിരുന്നത്. പ്രവീൺ കൗമുദി ടിവിയിൽ അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടിയായ ലൈഫ് ഡോക്ടറുടെ 50ാം എപ്പിസോഡിന്റെ ആഘോഷ പരിപാടിയിലും സഞ്ജന പങ്കെടുത്തിരുന്നു. കൊച്ചിയിൽ പോലീസിന്റെ മൗനാനുവാദത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ലൈസൻസ് ഇല്ലാ പബ്ബുകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്പർ 8 ഹോട്ടൽ. ഇത് വിവാദത്തിലായതോടെ എല്ലാത്തരം ബിസിനസ്സുകളും വിദേശ വനിതകളെ എത്തിച്ചുകൊണ്ട് ഒഴിപ്പിക്കുകയാണ് പ്രവീൺ റാണിയും കൂട്ടരും ലക്ഷ്യമിട്ടത് എന്ന് വേണം കരുതാൻ. കൊച്ചിയിൽ നിന്നും അർജുൻ സി വനജ്.